നോക്കാൻ പോകുന്നത് പേഴ്സണാലിറ്റി. ഇത് ഒന്നാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റാണ്, സ്റ്റേറ്റ് റേറ്റ് അപ്രോച്ച് ടു പേഴ്സണാലിറ്റി. ഇതിൽ നമുക്ക് ഉള്ളത് ടൈപ്പ് അപ്രോച്ച് ടു പേഴ്സണാലിറ്റി ഉണ്ട്, അതിനെപ്പറ്റി ചെറുതായിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പിന്നീട് മെയിനായിട്ട് വരുന്ന ട്രേറ്റ് അപ്രോച്ചുകൾ അല്ലെങ്കിൽ തിയറികളാണ് വരുന്നത്. ആൽപോർട്ടിൻ്റെ തിയറി വരുന്നുണ്ട്, കാറ്റൻ്റെ അപ്രോച്ച് വരുന്നുണ്ട്, ഗിൽഫോർഡിൻ്റെ തിയറി വരുന്നുണ്ട്, 5 ഫാക്ടർ മോഡൽ. അങ്ങനെ എത്രയായിരുന്നു, 5 തിയറികളാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ഇതിലേക്ക് പോകാം. ടൈപ്പ് അപ്രോച്ച് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടൈപ്പ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇതൊരു പേഴ്സണാലിറ്റിയെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു അപ്രോച്ചാണ്. ഇതിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ടാക്കുകയും എല്ലാ ആളുകളും ഈ ഏതെങ്കിലും ഒരു കാറ്റഗറി പെടുന്നതാണെന്ന് പറയുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന അപ്രോച്ചിനെയാണ് ടൈപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ കാറ്റഗറി എപ്പോഴും പ്രീ എക്സിസ്റ്റിംഗ് ആയിരിക്കും, ഡിസ്ക്രീറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇത് ആ ഒരു കാറ്റഗറി ഉണ്ടാക്കുന്ന ആളുടെ കണ്ണിൽ ആയിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അല്ലാണ്ട് ഇൻഡിവിജ്വലിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല നിൽക്കുന്നത്. ഇതെന്താണെന്ന് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് പഠിക്കാനുള്ള കുറച്ച് ടൈപ്പ് അപ്രോച്ചുകളുണ്ട്. അതിലൊന്നാണ് ഹിപ്പോക്രാറ്റിൻ്റെ. അദ്ദേഹം ഈ ഏൻഷ്യൻ സമയത്ത് ഉണ്ടാക്കിയ ഒരു അപ്രോച്ചാണ്. നമ്മുടെ ബോഡിയിൽ 4 തരം ഫ്ലൂയിഡ് ഉണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ആ ഫ്ലൂയിഡിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് ആളുകളുടെ പേഴ്സണാലിറ്റിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ ബോഡി ഫ്ലൂയിഡിനെ അദ്ദേഹം വിളിച്ച പേരാണ് ഹ്യൂമേഴ്സ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ആ 4 ബോഡി ഫ്ലൂയിഡാണ് ബ്ലഡ്, ഫ്ലീഗം, ബ്ലാക്ക് ബൈൻ, യെല്ലോ ബൈൻ. അപ്പം അതിനെ അടിസ്ഥാനപ്പെടുത്തി 4 പേഴ്സണാലിറ്റികൾ, 4 ടൈപ്പുകൾ അദ്ദേഹം നിർവചിച്ചിരിക്കുന്നു. ലോകത്തുള്ള എല്ലാ ആളുകളും ഏതെങ്കിലും ഈ 4 ടൈപ്പിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും പെടുക എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ആ ടൈപ്പുകൾ ഇതാണ്: സാങ്ക്വിൻ ഉണ്ട്, ഫ്ലെഗ്മാറ്റിക് ഉണ്ട്, മെലങ്കോളിക് ഉണ്ട്, കോളറിക് ഉണ്ട്. ഓക്കെ, സാങ്ക്വിൻ ആണെങ്കിൽ അയാൾ ചിയർഫുൾ ആൻഡ് ആക്റ്റീവ് ആയിരിക്കും. ഫ്ലെഗ്മാറ്റിക് ആണെങ്കിൽ അപ്പത്തറ്റിക് ആൻഡ് സ്ലാഗിഷ് ആയിരിക്കും. മെലങ്കോളിക് ആണെങ്കിൽ സാഡ് ആൻഡ് ബ്രോഡിങ് ആയിരിക്കും. കോളറിക് ആണെങ്കിൽ ഇറിറ്റബിൾ ആൻഡ് എക്സൈറ്റബിൾ ആയിരിക്കും. ഓക്കെ, ഇത് ടൈപ്പ് അപ്രോച്ചിന് ഒരു ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്. രണ്ടാമത്തെ അപ്രോച്ചാണ് ഈ ടൈപ്പിനകത്ത് വരുന്നതാണ് വില്യം ഷെൽഡൻ്റെ അപ്രോച്ച്. അദ്ദേഹം എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ബോഡി ടൈപ്പിനെ അടിസ്ഥാനപ്പെടുത്തി, ബോഡി ബിൽഡിൻ്റെ അടിസ്ഥാനപ്പെടുത്തി ആളുകളെ തരംതിരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ പൊക്കമുള്ളവർ, മെലിഞ്ഞിട്ടുള്ളവർ, വണ്ണമുള്ളവർ, അല്ലെങ്കിൽ മസ്കുലിനായിട്ടുള്ളവർ എന്നൊക്കെ. അപ്പം അങ്ങനെ അദ്ദേഹം 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്: എക്ടോമോർഫ്, എൻഡോമോർഫ്, മീസോമോർഫ്. എക്ടോമോർഫ് എന്ന് പറഞ്ഞാൽ തിന്നാണ്, ലോങ് ആണ്, ഫ്രജൈലാണ്, അങ്ങനെയുള്ള ബോഡി ടൈപ്പുള്ള ആളുകളാണ് എക്ടോമോർഫ് എന്ന് പറയുന്നത്. എൻഡോമോർഫ് എന്ന് പറഞ്ഞാൽ ഫാറ്റ്, സോഫ്റ്റ്, റൗണ്ട് ആയിട്ടുള്ള ആളുകളായിരിക്കും. മീസോമോർഫ് എന്ന് പറഞ്ഞാൽ മസ്കുലിൻ, സ്ട്രോങ്, റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പം ഇങ്ങനെ ബോഡി ടൈപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ തരംതിരിക്കുകയും ഇങ്ങനെ ബോഡി ടൈപ്പ് ഉള്ള ആളുകൾക്ക് ചില പ്രത്യേക സ്വഭാവങ്ങളും ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതെന്താക്കാൻ നോക്കാം. എക്ടോമോർഫ് ആണെങ്കിൽ അയാൾ ആർട്ടിസ്റ്റിക് ആയിരിക്കും, ബ്രെയിനി ആയിരിക്കും, ഇൻട്രോവേർട്ടർ ആയിരിക്കും. ഇനി എൻഡോമോർഫ് ആണെങ്കിൽ, എൻഡോമോർഫ് എന്ന് പറഞ്ഞാൽ റൗണ്ട്, സോഫ്റ്റ്, അങ്ങനെയുള്ള ആളാണെങ്കിൽ എന്താണ് ഉണ്ടാകുക, റിലാക്സ്ഡ് ആയിരിക്കും, ഫൗണ്ട് ഓഫ് ഈറ്റിംഗ് ആയിരിക്കും, സ്ലീപ്പി ആയിരിക്കും, പിന്നെ തന്നെ സോഷ്യബിൾ ആയിരിക്കും. ഇനി അടുത്ത മീസോമോർഫായിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ അഫക്റ്റീവ് ആയിരിക്കും, ഡോമിനൻ്റ് ആയിരിക്കും, ഫിൽഡ് വിത്ത് എനർജി ആൻഡ് കറേജ്, അങ്ങനെയുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ പണ്ടത്തെ തിയറികളാണ്, ഈ 2 ടൈപ്പ് അപ്രോച്ചുകൾ. ഇപ്പോൾ നമ്മളിത് രണ്ടും ഉപയോഗിക്കുന്നില്ല. ഇത് ടൈപ്പ് അപ്രോച്ച് എന്താണെന്ന് മനസ്സിലാക്കാൻ, അതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് മനസ്സിലാക്കാൻ മാത്രം കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി ഇപ്പം ഈ ആധുനിക കാലത്ത് ചില ടൈപ്പ് അപ്രോച്ചുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനെയാണ് MBTI എന്ന് പറയുന്നത്. മിസർ ബ്രിഗ്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കാൾ യുങ്ങിൻ്റെ പേഴ്സണാലിറ്റി
തിയറീനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഒരു ടൈപ്പ് ഉണ്ടാക്കി വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ 4 ബേസിക്കലി എത്രയാണ് 8 തരത്തിലുള്ള ഇതുണ്ടെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ 4 ഡയമെൻഷൻസുകളാണ് ഉണ്ടെന്ന് പറയുന്നത്. 4 ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ 2 ഓപ്പോസിറ്റ് ആയിരിക്കും. ഒരു ഡയമെൻഷന് 2 ഓപ്പോസിറ്റ് ആയിരിക്കും. ഇപ്പം എക്സ്ട്രോവേർട്ട് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഇൻട്രോവേർട്ട്, സെൻസിങ് ആണെങ്കിൽ ഇൻറ്റ്യൂറ്റീവ്, പിന്നെയാണ് തിങ്കിങ് ആണെങ്കിൽ ഫീലിംഗ്, ജഡ്ജിങ് ആണെങ്കിൽ പെർസെപ്ഷൻ. ഇങ്ങനെ 4 ഡയമെൻഷൻ ഉണ്ട്. 4 ഡയമെൻഷന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ വരുമ്പോൾ 16 പേഴ്സണാലിറ്റി ടൈപ്പുകൾ ഉണ്ടെന്നാണ് യുങ്ങിൻ്റെ തിയറിയെ അടിസ്ഥാനപ്പെടുത്തി പറയാൻ പറ്റുന്നത്. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അതായത് ഒരാൾ എക്സ്ട്രോവേർട്ട് ആയിരിക്കും, സെൻസിങ് ആയിരിക്കും, ഫീലിംഗ് ആയിരിക്കും, പിന്നെന്താണ് പറയുന്നത്, പെർസെപ്ഷനും ഉണ്ടായിരിക്കുന്നതായിരിക്കും. വേറൊരാളെങ്ങനെയായിരിക്കും വരുന്നത്? എക്സ്ട്രോവേർട്ട് ആയിരിക്കും, സെൻസിങ് ആയിരിക്കും, ഫീലിംഗ് ആയിരിക്കും, പെർസെപ്ഷന് പകരം വേറെന്താ വരുന്നത്? ജഡ്ജ്മെൻ്റ് ആയിരിക്കും അയാൾ വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ തരംതിരിക്കുകയാണെങ്കിൽ 16 ടൈപ്പായിട്ട് നമുക്ക് പേഴ്സണാലിറ്റി തിരിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു അവസാനം പറഞ്ഞ അപ്രോച്ച് അല്ലെങ്കിൽ തിയറി നമ്മളിപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇനി ഇതിനകത്ത് അടുത്ത അവസാന പാരഗ്രാഫ് എങ്ങനെയാണ് ടൈപ്പ് അപ്രോച്ചിൻ്റെ ചില ലിമിറ്റേഷൻസ് ആണ് പറയുന്നത്. ടൈപ്പ് അപ്രോച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആളുകളുടെ യുണീക്നെസ്സിനെയും ഇൻഡിവിജ്വാലിറ്റീനെയും ഇല്ലാതാക്കും, അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കുന്നില്ല. കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത് എന്താണ്? കാറ്റഗറിക്കാണ് നൽകുന്നത്. അതായത് എന്തെങ്കിലും ഒരു മാനദണ്ഡത്തിന്, എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ കാറ്റഗറി തിരിക്കുകയും ലോകത്തുള്ള എല്ലാ ആളുകളും ഇന്ന കാറ്റഗറി പെടുന്നു, അല്ലെങ്കിൽ ഇന്ന കാറ്റഗറിയിലേക്ക് പെടുന്നു എന്ന് വിചാരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇൻഡിവിജ്വാലിറ്റിക്കല്ല പ്രാധാന്യം, മറിച്ച് ആ കാറ്റഗറിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നേരെ മറിച്ച് ട്രേറ്റ് അപ്രോച്ച് ആണെങ്കിൽ ഓരോ ഇൻഡിവിജ്വലിനെയും അയാളുടെ ഇൻഡിവിജ്വാലിറ്റിക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. ഓരോ ഇൻഡിവിജ്വലും യുണീക്കാണ് എന്ന് പറയുന്നത്. ഇപ്പം ട്രേറ്റ് അപ്രോച്ചിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് 100 പേരുണ്ടെങ്കിൽ ആ 100 പേര് 100 വ്യത്യസ്ത ആളുകളാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ടൈപ്പ് അപ്രോച്ച് പറയുന്നത് അവർ 4 കാറ്റഗറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ളവരെല്ലാം 4 ടൈപ്പായിട്ടുള്ള ആളുകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്താണ് ട്രേറ്റ് അപ്രോച്ച് എന്ന് നോക്കാം. ട്രേറ്റ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി സ്റ്റേബിൾ ആൻഡ് കൺസിസ്റ്റൻറ്റ് പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ട്രേറ്റ്. റിലേറ്റീവ്ലി സ്റ്റേബിൾ ആൻഡ് കൺസിസ്റ്റൻറ്റ് പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ടൈപ്പ് ആൻഡ് ട്രേറ്റ് നോക്കാം. ടൈപ്പ് എന്ന് പറയുമ്പം സെപ്പറേറ്റ് ആയിരിക്കും, ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും, കാറ്റഗറീസ് ആയിരിക്കും, പിന്നെ എന്തായിരുന്നു അങ്ങനെയുള്ളതിനെയൊക്കെയാണ് നമ്മൾ ടൈപ്പ് എന്ന് പറയുന്നത്. അതായത് സെപ്പറേറ്റ് ആയിരിക്കും, ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. ഇപ്പം ഇന്ന കാറ്റഗറി പെടുന്ന ആൾ മറ്റേ കാറ്റഗറിയിലേക്ക് പെടത്തില്ല. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് ആളുകളെ കാണുന്നത്. മാത്രമല്ല ഇതിനെ ഒന്നെങ്കിൽ എക്സ്ട്രോവേർട്ട് അല്ലെങ്കിൽ ഇൻട്രോവേർട്ട്, ഇതിനിടയ്ക്ക് വരുന്നില്ല, ഇതിനിടയ്ക്കുള്ള ഷെയ്ഡ്സ് ഇല്ല. ഒന്നെങ്കിൽ എക്സ്ട്രോവേർട്ട് അല്ലെങ്കിൽ ഇൻട്രോവേർട്ട്, ഒന്നെങ്കിൽ ഫീലിംഗ് അല്ലെങ്കിൽ തിങ്കിങ് എന്നുള്ളൂ. അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഡിസ്കണ്ടിന്യൂസും കൂടെ ആണ്. ഇനി അടുത്താണ്, ഇപ്പോൾ ഇതിനകത്ത് ടൈപ്പ് തിയറിക്കകത്ത് പല തിയറികൾ വരുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞു. ആൾപോർട്ടിൻ്റെ ഉണ്ട്, കാറ്റലിൻ്റെ ഉണ്ട്, ഐസിങ്ങിൻ്റെ ഉണ്ട്, ഗിൽഫോർഡിൻ്റെ ഉണ്ട്, പിന്നെ 5 ഫാക്ടർ മോഡലുണ്ട്, അങ്ങനെയൊക്കെ. ഇനി ഒന്നാമത്തെയാണ് ആൾപോർട്ടിൻ്റെ ട്രേറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരു ട്രേറ്റ് തിയറിസ്റ്റാണ് ആൾപോർട്ട് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഡെഫിനേഷനൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷനാണ്, പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. അദ്ദേഹം ഈ ട്രേറ്റിനെ മനസ്സിലാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു അപ്രോച്ചാണ് ലെക്സിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് അദ്ദേഹം എങ്ങനെയാണ് ട്രേറ്റിനെ കണ്ടിരുന്നത്? ട്രേറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ബിൽഡ് ബ്ലോക്സ് ഓഫ് പേഴ്സണാലിറ്റി ആയിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത്. അതുപോലെ തന്നെ ഒരാളുടെ ഇൻഡിവിജ്വാലിറ്റിയുടെ സോഴ്സും എന്ന് പറയുന്നതും ട്രേറ്റ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിൻ്റെ തിയറി ഒരു ഇഡിയോഗ്രാഫിക് ട്രേറ്റ്
തിയറിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ഇഡിയോഗ്രാഫിക് ട്രേറ്റ് തിയറിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വലിനെയും മനസ്സിലാക്കണമെങ്കിൽ അയാളെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പഠിച്ച് മനസ്സിലാക്കിയാലേ അയാളെ മനസ്സിലാകത്തുള്ളൂ, അയാളുടെ ഇൻഡിവിജ്വാലിറ്റി എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഇങ്ങനെ പറയുന്നതിനാണ് ഇഡിയോഗ്രാഫിക് ട്രേറ്റ് തിയറിസ്റ്റ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ട് നോർമോതെറ്റിക്കൽ ട്രേറ്റ് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു അപ്രോച്ച് ഉണ്ട്. അതിൽ പറയുന്നത് എന്താണ്, ഒരു നോർമാലിറ്റി, അതായത് ഒരു ഏജിൻ്റെ ആവാം അല്ലെങ്കിൽ എന്തിൻ്റെ ആയാലും മാനദണ്ഡത്തിൽ ഒരു ആവറേജ് കണക്കാക്കിയിട്ട് ആളുകളുടെ പേഴ്സണാലിറ്റിയോ എന്തെങ്കിലും ഡെവലപ്മെൻറ്റോ ഒക്കെ മനസ്സിലാക്കുന്നതിന് നോർമോതെറ്റിക്കൽ അപ്രോച്ച് എന്ന് പറയാൻ വേണ്ടി പറ്റും. നമ്മളെങ്ങനെയാണ് ഈ ട്രേറ്റിൻ്റെ എക്സിസ്റ്റൻസ് നിർണ്ണയിക്കുക എന്നുള്ളതാണ് അടുത്തത്. അതായത് നമുക്കൊരാളുടെ ബിഹേവിയർ ഒബ്സർവ് ചെയ്യുമ്പോൾ ആ ബിഹേവിയറിനകത്ത് നമുക്കൊരു കൺസിസ്റ്റൻസി മനസ്സിലാക്കാനായിട്ട് പറ്റും. ആ ബിഹേവിയറിനകത്ത് കൺസിസ്റ്റൻസി നിലനിർത്തുന്ന ഫാക്ടറാണ് ട്രേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾ ഷൈ ആണെന്ന് നമ്മൾ പറയുന്നു. ആ ഷൈനെസ് അയാളുടെ ട്രേറ്റ് ആണ്. ഇപ്പോൾ എന്താണ്, നമുക്ക് ഷൈനെസ് നേരിട്ട് കാണാനായിട്ട് പറ്റത്തില്ല, പക്ഷെ പകരം നമുക്ക് കാണാനായിട്ട് പറ്റുന്ന എന്താണ്, അദ്ദേഹം അങ്ങനെ ആരുമായിട്ടും ഇടപെടാറില്ല, അല്ലെങ്കിൽ സോഷ്യൽ ഗ്യാതറിങ്ങിലേക്ക് പോകാറില്ല, പിന്നെ എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹം സംസാരിക്കാറില്ല, മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പം തല താഴ്ത്തി വെച്ചായിരിക്കും സംസാരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കുറേ അധികം ബിഹേവിയർ കാണുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാകുക, ഓക്കെ അയാൾ ഷൈ ആണ് എന്ന് മനസ്സിലാകും. അപ്പം ഈ ഷൈനെസ് എന്ന് പറയുന്ന ആ ട്രേറ്റ് ആണ് അദ്ദേഹത്തിന് കുറേ അധികം ബിഹേവിയറിനെ നിയന്ത്രിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ബിഹേവിയർ ഒബ്സർവ് ചെയ്തുകൊണ്ട് ട്രേറ്റിൻ്റെ എക്സിസ്റ്റൻസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അദ്ദേഹം ട്രേറ്റിനെ തരംതിരിച്ചിരിക്കുന്നതാണ് കോമൺ ട്രേറ്റ് എന്നും ഇൻഡിവിജ്വൽ ട്രേറ്റ് എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോമൺ ട്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൾച്ചറിലുള്ള ഒരു ഗ്രൂപ്പിനകത്തുള്ള എല്ലാ ആളുകളും കോമണായിട്ട് ഷെയർ ചെയ്യുന്ന ചില ട്രേറ്റുകളുണ്ടാകും. അതിനെയാണ് നമ്മൾ കോമൺ ട്രേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു വിദേശത്ത് പോവുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവർ പറയും ഇന്ത്യൻസ് ആർ വളരെ കൈൻഡായിട്ടുള്ള ആളുകളാണ്, ഹെൽപ്പിംഗ് ആണ്, ഭയങ്കര വാം വെൽക്കമിങ് ആയിട്ടുള്ള ആളുകളാണ്, ഭയങ്കര എഗ്രിയബിൾ ആയിട്ടുള്ള ആളുകളാണ് എന്നൊക്കെ അവർ വേണം പറഞ്ഞേക്കാം. നമ്മൾ ഇതേപോലെ തന്നെ ഒരു വെസ്റ്റേൺ ആളിനെ കാണുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്ന അയാൾ എന്താണ്, അയാൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, അയാൾ ഒരു കളക്റ്റീവ് കൾച്ചറിനേക്കാൾ കൂടുതൽ ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചറിന് പ്രാധാന്യം നൽകുന്ന ആളായിരിക്കും, അവർ ഭയങ്കര ഈ ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും പ്രാധാന്യം നൽകുന്നത്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ അവരെക്കുറിച്ചും അല്ലെങ്കിൽ കുറച്ച് സെൽഫിഷ് ആയിരിക്കാം, അങ്ങനെയൊക്കെ നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പറയുന്നത്, അയാളുടെ കൾച്ചർ അനുസരിച്ച് അവരെ നമുക്ക് ആ കൾച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അവരെ കാണാൻ പറ്റുന്ന ചില കോമൺ ട്രേറ്റുകൾ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സുകളുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ കോമൺ ട്രേറ്റ് എന്ന് പറയുന്നത്. ആ ഒരു കൾച്ചറിലുള്ള എല്ലാ ആൾക്കാരും അത് ഷെയർ ചെയ്യുന്നത്. നേരെ മറിച്ച് ഇൻഡിവിജ്വൽ ട്രേറ്റുകളുണ്ട്. അതെന്ന് പറഞ്ഞാൽ ആ ഇൻഡിവിജ്വൽ ട്രേറ്റ് ആണ് നമ്മളെ ഓരോ ഇൻഡിവിജ്വലിനെയും യുണീക്ക് ആക്കുന്നത്. നമുക്കെല്ലാം കോമൺ ആയിട്ടൊരു ട്രേറ്റ് ഉണ്ടാവും. ആ ട്രേറ്റിനുപരി നമ്മളാക്കി മാറ്റുന്നത്, നമ്മുടെ ആ ഡിഫറൻസ് ഉണ്ടാക്കി വെക്കുന്നത് നമ്മുടെ യുണീക്കായിട്ടുള്ള ട്രേറ്റ് ആണ്. അപ്പം 3 തരത്തിലുള്ള ഇൻഡിവിജ്വൽ ട്രേറ്റ് ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിലൊന്നാണ് കാർഡിനൽ ട്രേറ്റ്, സെൻട്രൽ ട്രേറ്റ്, പിന്നെ മൂന്നാമത്തെ സെക്കൻഡറി ട്രേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കാർഡിനൽ ട്രേറ്റ് എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഉള്ള ട്രേറ്റ് ഒന്നുമല്ല, ചില ആളുകൾക്ക് മാത്രമേ ഈ കാർഡിനൽ ആയിട്ടുള്ള ട്രേറ്റ് ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ അയാൾക്ക് കാർഡിനൽ ആയിട്ടുള്ള ട്രേറ്റ് ഉണ്ടെങ്കിൽ അയാളെ അറിയപ്പെടുന്ന ആ ട്രേറ്റിൻ്റെ പേരിലുമായിരിക്കും. ആ ട്രേറ്റ് കാർഡിനൽ ട്രേറ്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ പെർവേസീവ് ആയിരിക്കും, ഡോമിനൻ്റ് ആയിരിക്കും, ഔട്ട്സ്റ്റാൻഡിങ് ഇൻ ലൈഫ് ആയിരിക്കും. ഓക്കെ, ഈ 3 വാക്ക് നിങ്ങൾ എഴുതുക അല്ലെങ്കിൽ ഓർത്ത് വെക്കുക. പെർവേസീവ്, ഡോമിനൻ്റ് ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും ആ ട്രേറ്റ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മഹാത്മാഗാന്ധി നമ്മൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ പീസ് ലവിങ്ങിലൂടെയാണ് നമ്മൾ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ നോൺ വയലൻസിലുള്ള അയാളുടെ വിശ്വാസം. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കാർഡിനൽ ട്രേറ്റാണ്. അദ്ദേഹത്തിനെ പറയുമ്പോൾ തന്നെ, അയാളുടെ സ്വഭാവം പറയുമ്പോൾ തന്നെ നമ്മൾ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, ഈ ഒരു ട്രേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കുന്നത്. ഇനി അടുത്താണ് സെൻട്രൽ ട്രേറ്റ് എന്ന് പറയുന്നത്. സെൻട്രൽ ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ എന്താണ് ഫൗണ്ടേഷൻ ഓഫ് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റിയുടെ ഫൗണ്ടേഷനായിട്ട് പറയുന്നതാണ് സെൻട്രൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ
ബിൽഡ് ബ്ലോക്സ് ഓഫ് പേഴ്സണാലിറ്റി എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിന് ഉദാഹരണം പറയുവാണെങ്കിൽ ഫ്രണ്ട്ലിനെസ്, ഡോമിനൻസ്, സെൽഫ് സെൻറ്റേർഡ്നെസ്, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ സെൻട്രൽ ട്രേറ്റ്സ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്താണ് സെക്കൻഡറി ട്രേറ്റ്സ്. സെക്കൻഡറി ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ലെസ് കൺസ്പീഷ്യസ് ആയിട്ടുള്ള, ലെസ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള, ലെസ് ജനറലൈസ്ഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ലെസ് റെലവൻറ്റുമായിട്ടുള്ള ചില ട്രേറ്റുകളുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ പേഴ്സണാലിറ്റി ട്രേറ്റ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഹാബിറ്റുകൾ, ഹെയർ സ്റ്റൈല്, സ്പെസിഫിക് ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ നമുക്ക് സെക്കൻഡറി ട്രേറ്റിൻ്റെ ഉദാഹരണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. ഇനി തുടർന്നുള്ള ഭാഗങ്ങളിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയെ പറ്റിയുള്ള കൺസെപ്റ്റുകളാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഓൾ ദീസ് ട്രേറ്റ് ആർ ഡൈനാമിക് ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ അത് മാറ്റത്തിന് ചലനാത്മകമാണ്, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, അത് ചലനാത്മകമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ ട്രേറ്റിനും ഒരു മോട്ടിവേഷണൽ പവറുണ്ട്. അപ്പം ചില ട്രേറ്റുകൾ നമ്മൾ ഇൻറ്റൻസീവ്ലി എക്സ്പീരിയൻസ് ചെയ്യും. അങ്ങനെ ഇൻറ്റൻസീവ്ലി എക്സ്പീരിയൻസ് ചെയ്യുന്ന ട്രേറ്റുകൾക്ക് കൂടുതൽ മോട്ടിവേഷണൽ പവർ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ചില ട്രേറ്റുകൾ നമ്മൾ ഇൻറ്റൻസീവ്ലി എക്സ്പീരിയൻസ് ചെയ്യത്തില്ല, എന്നാൽ അതിന് മോട്ടിവേഷൻ പവറും ഉണ്ട്. അങ്ങനെയുള്ള ട്രേറ്റുകളെ നമ്മൾ സ്റ്റൈലിസ്റ്റിക് ട്രേറ്റ് എന്നാണ് പറയുന്നത്. അപ്പം ഇൻഡിവിജ്വലിസ്റ്റിക് ട്രേറ്റ് ആണെങ്കിലും സ്റ്റൈലിസ്റ്റിക് ട്രേറ്റ് ആണെങ്കിലും നമ്മുടെ പേഴ്സണാലിറ്റി, ഒരാളുടെ പേഴ്സണാലിറ്റിയുടെ ആയിട്ട് അതിൻ്റെ കോറുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന ട്രേറ്റുകളുടെ യൂണിറ്റിയിലും കൺസിസ്റ്റൻസി നിൽക്കുന്നത് എന്നുള്ള അഭിപ്രായം കൂടെ അദ്ദേഹത്തിനുണ്ട്. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ മാത്രമല്ല, ഇവയെല്ലാം കൂടെ ഒരു യൂണിറ്റിയിലും കൺസിസ്റ്റൻസിയിലും അതുപോലെ ഇൻ്റഗ്രേഷനും അതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനിലും കൂടിയാണ് നമ്മുടെ പേഴ്സണാലിറ്റി നിലനിൽക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻ്റഗ്രേഷൻ ഉറപ്പാക്കുന്നത് എന്താണ്? പ്രൊപ്രിയം എന്ന് പറയുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ഈ പേഴ്സണാലിറ്റിയുടെ ഇൻ്റഗ്രേഷൻ ഉറപ്പാക്കുന്നത്. ഈ പ്രൊപ്രിയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം സെൽഫ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ സെൽഫിനെയാണ് അദ്ദേഹം പ്രൊപ്രിയം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രൊപ്രിയം അല്ലെങ്കിൽ സെൽഫ് എന്ന് പറയുന്നത് കുഞ്ഞുനാൾ മുതൽ നമുക്കുണ്ടാവുകയും അല്ലെങ്കിൽ ബർത്തിലൂടെ അത് ഉണ്ടാവുകയും അത് നിരന്തരം ഡെവലപ്പ് ചെയ്തു വരികയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ബർത്തിലൂടെ ഉണ്ടാകുമ്പോൾ ജനറ്റിക്കലായിട്ട് കിട്ടുന്നു എന്ന അർത്ഥമില്ല. കുട്ടിക്കാലം മുതൽ ഉണ്ടായി അത് ഓരോ വയസ്സ് കഴിയും തോറും അല്ലെങ്കിൽ ഓരോ കാലഘട്ടം കഴിയും തോറും അത് ഡെവലപ്പായി വരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ആൾപോർട്ടിൻ്റെ പേഴ്സണാലിറ്റി തിയറിയെ സംബന്ധിച്ചുള്ള ഈ ഒരു പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു അദ്ദേഹത്തിൻ്റെ തിയറി മനസ്സിലായി കാണും എന്ന് കരുതുന്നു.